നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ കാണുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നത് കേരളത്തിലെ ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷന് മുന്നിലോ ഒന്നുമല്ല. കോട്ടയം ജില്ലയിലെ മുണ്ടക്കയം വാഗമൺ റോഡിലെ ഇളങ്കാട്ടിലെ വെല്ലിയന്ത പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതുകൊണ്ടാണ്. സാധാരണക്കാരായ ആൾക്കാർ പണിക്ക് പോകുമ്പോൾ കൊണ്ടുപോയി വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഇത് പണി കഴിഞ്ഞ് വരുമ്പോൾ വാഹനത്തിൽ കയറി പോകാൻ വേണ്ടി എളുപ്പത്തിൽ അവിടെ കൊണ്ട് വെച്ചിട്ട് പോയിരിക്കുന്ന വാഹനങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. പുതിയ പാലം പണിതതിനായി പഴയ പാലം പൊളിച്ചിട്ട്, നിലവിലുള്ള പാലം പൊളിച്ചിട്ട് ഏതാണ്ട് 1.5 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. അതോടുകൂടി 2 വാർഡിലെ ജനങ്ങൾ അതീവ ദുരിതത്തിലാണ്. ഇളങ്കാട് ടോപ്പ്, വല്യന്ത, ബ്ലാക്കര തുടങ്ങിയ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ജനങ്ങളും അവിടുത്തെ കുട്ടികളുമെല്ലാം കഴിഞ്ഞ 1.5 വർഷമായി ഈ ദുരിതം അനുഭവിക്കുന്നവരാണ്. ജൂലൈ 25 ഈ കാത്തിരിപ്പിന് വിരാമമാകും. പാലത്തിൻ്റെ കൈവരികളിലെ വർക്കുകളും അപ്രോച്ച് റോഡിൽ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ട് താൽക്കാലികമായി 25-ാം തീയതിയോടുകൂടി പാലം ഗതാഗതത്തിനായി തുറന്നു കൊടുക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. പാലം ഗതാഗതത്തിനായി തുറന്നു കൊടുക്കുന്നതോടുകൂടി ഇവിടെ താമസിക്കുന്ന ജനങ്ങൾക്ക് ഉൾപ്പെടെ വിനോദസഞ്ചാരികൾക്കൂടെ വളരെയധികം ഉപകാരപ്രദമാകും. കാറുകൾ ഒഴികെ ബാക്കി എല്ലാ വണ്ടികളും ഇപ്പോൾ വാഗമൺ റോഡ് വഴി, നമ്മുടെ ഇളങ്കാട് വാഗമൺ റോഡ് വഴി, മുണ്ടക്കയം ഇളങ്കാട് വാഗമൺ റോഡ് വഴി കയറി പോകുന്നതാണ്. മുണ്ടക്കയത്ത് നിന്ന് വാഗമണ്ണ് പോകുന്നവർക്ക് ഇളങ്കാട് വഴി പോയാൽ 18 കിലോമീറ്റർ ലാഭമാണ്. കഴിഞ്ഞ വർഷം സാങ്കേതിക കാരണങ്ങളാൽ ഒഴിപ്പിപ്പോയ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ വർഷം ജനുവരി 4-ാം തീയതിയാണ് ആരംഭിച്ചത്. ഏപ്രിൽ മാസത്തോടുകൂടി പാലത്തിൻ്റെ കോൺക്രീറ്റ് വർക്കുകളൊക്കെ തീർന്നെങ്കിലും പിന്നീടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലായതിനാൽ ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്ത് എത്തുകയും അതിനുശേഷം എല്ലാ ദിവസവും തന്നെ പണികൾ നടക്കുകയുണ്ടായി. ഏതാണ്ട് 1-2 ദിവസം മാത്രമേ പണി നടക്കാത്തുള്ളൂ. ബാക്കി എല്ലാ ദിവസവും തന്നെ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി കൈവരിയുടെ വർക്കാണ് മെയിനായിട്ട് നടക്കുന്നത്. അതുകൂടാതെ അപ്രോച്ച് റോഡിൽ മണ്ണിട്ട് ഉയർത്തുന്നു. ഒരു സൈഡിൽ കുറച്ച് മണ്ണിട്ടുണ്ട്, മറ്റ് സൈഡിൽ കൂടെ മണ്ണിടാനുണ്ട്. ഇത്രയും പണികൾ കൂടി ബാക്കിയുണ്ട്. ഈ ആഴ്ച തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുമെന്ന് വിശ്വസിക്കാം. കഴിഞ്ഞ 1.5 വർഷമായി താൽക്കാലികമായിട്ടുള്ള നടപ്പാലം വഴിയാണ് ജനങ്ങളുടെ സഞ്ചാരം കൂടുതലായി നടന്നുകൊണ്ടിരിക്കുന്നത്. വാഹനത്തിൽ ഇളങ്കാട് ടോപ്പ്, വെല്ലിയന്ത, ബ്ലാക്കര, വാഗമണ്ണൊക്കെ പോകാനുള്ള ആൾക്കാർ കൊടുങ്ങാ വഴി 1 കിലോമീറ്റർ സഞ്ചരിച്ച് അവിടുന്ന് കൊടുങ്ങായിൽ നിന്നും വീണ്ടും 1 കിലോമീറ്റർ വെല്ലിയന്ത അക്കര വഴി സഞ്ചരിച്ചവരാണ് വെല്ലിയന്ത റോഡിലെത്തി. അവിടുന്ന് വീണ്ടും ഈ പാലത്തിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് വരെ എത്തിയിട്ട് വേണം ഇളങ്കാട് ടോപ്പുകാർക്ക് ടോപ്പിലേക്ക് യാത്ര പോകാൻ. അപ്പോൾ സമയനഷ്ടവും അതോടൊപ്പം തന്നെ സാമ്പത്തിക നഷ്ടവും കഴിഞ്ഞ 1.5 വർഷമായിക്കൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തീരാറായെങ്കിലും പാലത്തിൻ്റെ അപ്രോച്ച് റോഡിനുള്ള പണികളിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് ജനങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായി. അപ്രോച്ച് റോഡിൻ്റെ വീതി കുറവാണെന്നും അത് പരിഹരിക്കണമെന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോട് ജനങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാലം ഗതാഗതത്തിന് തുറന്നു കിട്ടുന്നതോടുകൂടി ജനങ്ങളിലെ യാത്രാ ദുരിതം അവസാനിക്കും. ഇപ്പോഴുള്ള നടപ്പാലത്തിൽ നിന്നുള്ള പാലത്തിൻ്റെ ദൃശ്യമാണിത്. കാലാവസ്ഥ പ്രതികൂലമാകുന്ന സാഹചര്യം ഉണ്ടായില്ലെങ്കിൽ തീർച്ചയായിട്ടും 25-ാം തീയതിയോടുകൂടി പാലം ഗതാഗതത്തിന് തുറന്നു കിട്ടും. പാലം തുറക്കുന്നതോടെ വാഗമൺ റോഡിൻ്റെ ബാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി പൂർത്തീകരിച്ച് ഗതാഗതം ജനങ്ങൾക്ക് എളുപ്പമായി തീരും. വാഗമണ്ണ് പോകാൻ വളരെ എളുപ്പമായി തീരുമെന്ന് പ്രതീക്ഷിക്കാം. ഫോട്ടോ എടുത്ത് നമ്മൾ കൃത്യമായിട്ടല്ലേ പണി നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളത് വേണം. സന്തോഷം. കൈവരിയൊക്കെ അത് മതിയോ? ഇളങ്കാട് ബ്ലാക്കര മുഴുവൻ പാലം ഇല്ലാത്തതുകൊണ്ടേ ജനങ്ങൾ ഇവിടുന്ന് താമസം മാറി. എത്ര പേര് താമസം മാറി? നമ്മുടെ ടോപ്പിൽ നിന്ന് താമസം മാറി, ബ്ലാക്കര നിന്ന് മാറി. കഴിഞ്ഞ ദിവസം വെല്ലിന്ത തന്നെ ഒരാഴ്ചക്കുള്ളിൽ 3 വീട്ടുകാർ മാറി. Da 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 da.